ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് റൂബിയെ ഗ്രൂം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. റൂബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ റൂബി. ഓക്കെ, ഇതാണ് റൂബി. റൂബി ആരാന്നല്ലേ? റൂബി സില്ലിയുടെ വീട്ടിലെ ക്യാറ്റാണ്. ലുക്കൊക്കെ കണ്ടില്ലേ? ഭയങ്കര വെയിലായതുകൊണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് അറ്റ്ലീസ്റ്റ് കയ്യെങ്കിലും ടാൻ അടിക്കാണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെ വേഗം വരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വിട്ടത്. തിരിച്ച് വന്നിട്ട് വേണം. സില്ലിയാണ് ബീഫ് ഉണ്ടാക്കുന്നത്. ഞാനൊന്നുമില്ല, അമ്മ ഉണ്ടാക്കിയാൽ മതി. ബൈ. ഞാൻ വന്നിട്ടാണ് ബീഫ് കറി ഉണ്ടാക്കണേ. ഒരു മിനിറ്റ്, ഞാൻ ലൊക്കേഷൻ അയച്ചിടാം ജഹിനക്ക്. അല്ലെങ്കിൽ അവിടെ ചാലക്കുടി വരെ പോവാലോ, അത് കഴിഞ്ഞിട്ട്. ആ ഓക്കെ ഓക്കെ. ഇത് നമ്മൾ ബാക്കി എത്തിയിട്ടുള്ള വീഡിയോസ്. വീണേനെ ത്തിൽ ബായ് പറയേണ്ടി വന്നേനെ. ഓക്കെ, നമ്മളിപ്പോൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. ഇതാണ് പോട്ടേൽസ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. എവിടെയായിരുന്നു ഈ സ്ഥലത്ത് പേര്? ചാലക്കുടിയാണ് എക്സാക്റ്റ് ഷോപ്പ് വരുന്നത്. ഓക്കെ, ആക്ച്വലി റൂബി ഭയങ്കര സേഫായിട്ട് പാവമായിട്ട് മിണ്ടാണ്ട് വണ്ടിയിൽ ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, മിണ്ടാണ്ടിരുന്നു. ഓക്കെ, നമുക്കിനി കേറിയിട്ട് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ഇതിൻ്റെ അകത്ത് കയറി റൂബിനെ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നോക്കിയിട്ട് നമ്മളോട് പറയാൻ പറഞ്ഞപ്പോ നീ എന്തായി പറയണേ? അവർ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. കൊച്ചിനെ കുളിപ്പിക്കാം, പിന്നെ മുടി വെട്ടണം, നഖം വെട്ടണം, ക്ലീൻ ചെയ്യാം, കുറേ പരിപാടി കാര്യങ്ങൾ പോയിരിക്കും. അയാൾ തന്നെ ചെയ്താൽ മതിയായിരുന്നു. നമുക്ക് ആ സമയത്ത് കാര്യങ്ങൾ പഠിക്കാം. റൂബി ഇരിക്കോ എന്ന് ഫസ്റ്റ് നമുക്ക് നോക്കണം. റൂബി ആക്ച്വലി പൊതുവെ ഭയങ്കര പാവമാണ്. കുറച്ച് ബാക്കിയുള്ള പെറ്റ്സിനെയൊക്കെ പോലെ അഗ്രസീവ് അല്ലെങ്കിൽ കുറച്ച് കുസൃതിയുള്ള ആളല്ല, ഭയങ്കര പാവമാണ്. അതുകൊണ്ട് ഇരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ 1 hour എടുക്കുന്നാണ് ഇവർ പറഞ്ഞേ. അപ്പൊ നമ്മൾ വിചാരിച്ചു പോയൊരു ജ്യൂസ് ഓർ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് വരാമെന്ന്. മോസ്റ്റ്ലി ജ്യൂസ്. ഓക്കെ, നമുക്കപ്പോ പോയിട്ട് വരാം. പോയി നോക്കാം, കടയെല്ലാം തുറന്നാണ് അവിടെ കയറാമല്ലോ. ജാക്കറ്റ്, ഈ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോഴത്തെ ചൂടനുസരിച്ച് ജാക്കറ്റ് ആൻഡ് സൺസ്ക്രീൻ ഈസ് മസ്റ്റ്. സൺസ്ക്രീൻ പക്ഷെ ഇട്ടിട്ടില്ല. വെച്ചേ തുറന്നേ.
Okay, guys. Bye bye, guys. Let's go for a lime juice. മിക്കവാറും ഈ വീഡിയോ അലമ്പായിരിക്കും. എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റുമോ എന്ന് കൂടി അറിയില്ല. സൺഡേ ആയോണ്ട് ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആണ്. ഒന്നുപോലും ഓപ്പൺ അല്ല. നോട്ട് വെസ്റ്റേൺ പെട്രോൾ പമ്പ്. ആൻഡ് ഇന്ന് ഈസ്റ്റർ ഡേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് കുറവുണ്ട്. അവിടെ ഒരു കടയുണ്ട്. ഞങ്ങൾ ഇവിടെ ഷോപ്പ് ഒന്നും കിട്ടിയില്ല. അവസാനം ഞങ്ങളൊരു വഴിയോരത്തൊരു ഷോപ്പിൽ നിർത്തി ലൈം ഓർഡർ ചെയ്ത് കുടിച്ചാക്കി. ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ പല ചെയ്യാൻ പറയാലോ. എന്താ സമാധാനം. ശരിക്കും എന്തോ നല്ല റിലീഫ്. ഒരുപാട് ദിവസം നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് പട്ടിണി കിടന്നിട്ട് ഫുഡ് കഴിച്ച ഒരുപാട് ദിവസം പട്ടിണി കിടന്നിട്ട് ബിരിയാണി കഴിച്ച ഫീല്. അത്രയും ഭയങ്കര റിലീഫല്ലേ. അതെ, എന്തല്ലേ ദിവസങ്ങളായപ്പോ സോഡ തന്നെ കുടിച്ചോണ്ടിരിക്കണം. എന്നിട്ട് സോഡ കുടിക്കാനുള്ള ഒരു മാറുന്നില്ല. ഇതന്നെ ഇതെല്ലാ ദിവസം തന്നെ ഞാൻ കുടിച്ചോണ്ടിരിക്കണ. ഇതിപ്പോ ഇനി പോട്ടോ. ഞങ്ങള് പെനിയിൽ കയറിയതായിരുന്നു. പക്ഷെ അവിടെ AC ഇല്ല. അവിടുത്തെ AC അടിച്ചു പോയി. സോ ഞങ്ങൾ തീരുമാനിച്ചു വേറെ ഏതെങ്കിലും AC ഉള്ള ഷോപ്സിൽ എവിടെയെങ്കിലും പോകാമെന്ന്. അല്ലാണ്ട് ഈ വെയിലത്ത് ചൂടില്ല, പക്ഷെ ഭയങ്കര എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ വെറുതെ നിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല. സോ അങ്ങോട്ട് പോകാം. വെയിലില്ലാത്തത് കൊണ്ടാണ് വേറൊരു വലിയ പ്രശ്നമായിട്ട് ഞാൻ പോകാൻ പറ്റുന്നത്. ആ കടയിലാണ് ചെന്നത്. കാലമുടി പാരീസ് ഫ്ലോറ. ഓ, ഇവിടെ നല്ല ഹെയർ കട്ട് ചെയ്തേ. ഞങ്ങള് മാംഗോ ജ്യൂസി തപ്പിപ്പോയതായിരുന്നു. പക്ഷെ അതിവിടെ ഒന്നും കാണാൻ കിട്ടുന്നില്ല. മാപ്പിലെ ലൊക്കേഷൻ കാണിച്ചിട്ട് പോലും ലൊക്കേഷൻ അവിടെ എത്തിയിട്ടില്ല. സോ ഞങ്ങൾ ഒന്നിരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, നമ്മളിരുന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പ് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനിയിപ്പം ഇവിടെയാണ്. ഇനിയിപ്പം അങ്ങോട്ടേക്ക് കയറാം. ഇവിടെ കയറിയിട്ട് ഞങ്ങൾ വീണ്ടും ഞാൻ ഫ്രഷ് ലൈം തന്നെ പറഞ്ഞു കുറച്ചും കൂടി ഒന്ന് തണുക്കട്ടെ.
പോലെ ചെയ്യായിരുന്നല്ലോ, അവിടേക്ക് എഴുതി ഇരിക്കുമായിരുന്നു. നീലക്കടക്ക് എത്രയാവും? ഹാരിസ് ലിയോറ അല്ലേ നോക്കണം. എങ്ങനെയുണ്ട് ജ്യൂസ്? പൈനാപ്പിൾ ജ്യൂസ് ആണല്ലേ പറഞ്ഞേ? നല്ല തിക്കായിട്ടുള്ള ക്ലീനപ്പിന് എത്രയാണെന്ന് നോക്കാം, പോയി ചെയ്യാം. ഞാൻ പാട്ട് പാടുന്ന കേട്ടിട്ട് അവിടെ ഒരു ചേട്ടൻ, നമ്മള് പാട്ട് പാടുന്ന കേട്ടിട്ട് അവിടെ ഒരു ചേട്ടൻ നോക്കി ചിരിക്കുകയായിരുന്നു. എല്ലാവരെ കുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ലൈം പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വീണമോ ഒരു ദിവസം കുടിക്കാൻ പറ്റും, അത്രയും എനിക്കിഷ്ടമാണ്. സ്റ്റാർട്ട്സ് അറൗണ്ട് 500 to 1000 ആ റേഞ്ച് വരും. കൊള്ളാല്ലേ? ഓ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര അടിപൊളി. ഇഷ്ടപ്പെട്ടില്ല. പൈനാപ്പിൾ ജ്യൂസ് ഇഷ്ടമായിരുന്നു എനിക്ക്. പൈനാപ്പിൾ ജ്യൂസ് ഇച്ചിരി തിക്കാണ്. നാച്ചുറൽസിൽ അയ്യോ, ഈട്ടാൻ ചെയ്യുന്നതിന് 450 രൂപയുള്ളൂ നാച്ചുറൽസിൽ. ഞങ്ങളുടെ വർക്കല 575 സംതിങ് ഇത്രയായിരുന്നു, അത് ഓഫർ പ്രൈസിൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നാച്ചുറൽസിലേക്ക് പോവാം. സിൽവയ്ക്ക് വലിയ ലേസ് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഇനി നമുക്ക് നമ്മുടെ റൂബിനെ പോയി മേടിക്കാം. എന്തോ ഓക്കെ, എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ല. റോബിയുടെ ഗ്രൂമിങ് കഴിഞ്ഞു. ബിഫോർ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരു കോമഡി ലുക്കായിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് കുഴപ്പമില്ലല്ലോ. പുള്ളിക്കാരൻ കഴിഞ്ഞു പറഞ്ഞത് കഴിഞ്ഞില്ലേ? I've been thinking about myself today. എപ്പോ വന്നു? പേടിച്ചിരിക്കുന്നു അവിടെ. അത്ര കളയുള്ളൂ. അതല്ലെങ്കിൽ എന്തോ ടിക്സിന് ഫ്ലീസിന് ഒരു ഓയിന്റ്മെന്റ് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് പെരട്ടിയാൽ മതി എന്ന് പറയും. ഫ്ലീസ് ഉണ്ട് കഴുത്തിന്റെ അവിടെ. ഓക്കെ, നമ്മളപ്പോ പരിപാടീസ് എല്ലാം കഴിഞ്ഞു, തിരിച്ച് വീട്ടിലെത്തി. ഇനി നല്ല ചോറ് കഴിക്കാം. ചോറും ബീഫും ചിക്കനും, ഈസ്റ്റർ സ്പെഷ്യൽ. ഓക്കെ, വാഴ ഇലയിലൊക്കെ ചോറ് കഴിക്കാൻ വേണ്ടി വാഴ ഇല പറിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെയൊക്കെ കുറേ തുമ്പല ഉണ്ടായിരുന്നു. ഓ, ഇതിന്ന് എടുക്കാൻ പാടില്ല അല്ലേ? ഓ, ഇലക്ക് ഇങ്ങനെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഓക്കേ,
അമ്മച്ചി ജയിലിന്റെ ഉള്ളിലോന്നൊക്കെ അമ്മച്ചി ചോദിക്കണേ. അതെ വീഡിയോ വീഡിയോ അമ്മതേ വാഴ പറിച്ചു വന്നിട്ടുണ്ട്. കിച്ചു ചാലക്കുടി പള്ളിയിലേ കർത്താവ് എങ്ങനെയാണെന്നറിയോ? ക്രൈമിന്റെ മണ്ടയ്ക്ക് പൊടി. ഇതാണ് ഈസ്റ്റർ സ്പെഷ്യൽ മീൻകറി, ബീഫ്, ചിക്കൻ, സാലഡ്. ഈ ഇഞ്ചിക്കറി എടുത്തില്ല അല്ലേ? അച്ചാർ മമ്മി എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാൻ അതേ പോയിട്ട് നീ ഉപ്പ് കൊണ്ടാടി ആ ഉപ്പ് ഇപ്പൊ എന്താണ് എനിക്ക് വേണം ഉപ്പ് വേണ്ട വേറെ ഒന്നും വേണ്ട പോവത് കഴിച്ച് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട്. പറ്റേ ഒന്ന് കഴിക്കട്ടെ ഞാൻ ചൂടാറി ഫാനിലൊക്കെ ചൂടാറി ഇങ്ങോട്ട് ഇത്രയുണ്ടല്ലേ അച്ചാറ്? ഞാൻ അച്ചാർ കഴിക്കില്ല. അമ്മ മാത്രം കഴിക്കുന്ന ആള്. ഞാൻ മാത്രം തിന്നുള്ളൂ ചവ ചവ പട്ടിയാണ് ഞാൻ ചോദിക്കാം. ചക്ക കൂട്ടാനോ? മറ്റേ നന്നായിട്ടുണ്ട്. മറ്റേ സാധനം പോലെ നമ്മള് സൂപ്പർ അച്ചാറ്. ഭയങ്കര കൊള്ളാം. കരിവേപ്പ് ഫുഡ് എല്ലാം കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ മീൻകറില് മാങ്ങയാണ് ഇട്ടിരിക്കുന്നേ? ഒരു വാങ്ങിയിട്ടുള്ളൂ അതിന്റെ പുളി പോരായ പുറത്തേക്ക് മാറ്റി ഇനി നമുക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. വിളിക്കട്ടെ. അയ്യോ അയ്യോ